അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു 5 അധ്യായങ്ങളിലൂടെ. അതിൽ 4-ാമത്തെ അധ്യായത്തിലെ ആദ്യ ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. അഥാ ചതുർത്ഥോധ്യായ ഋതവാങ്മുനീതിഹാസവർണ്ണനം. സൂത ഉവാച ഇതി ശ്രുത്വാ കഥാം ദിവ്യാം വിചിത്രാം കുംഭസംഭവ ശുശ്രൂഷു പുനരാഹേദം വിശാഖം വിനയാന്വിത. അഗസ്ത്യ ഉവാച ദേവസേനാപതേ ദേവ വിചിത്രേയം ശ്രുതാ കഥാ പുനരന്യക്ഷമാഹാത്മ്യം വദ ഭാഗവതസ്യ മേ. സ്കന്ദ ഉവാച മിത്രാവരുണസംഭൂതാ മുനേ ശൃണു കഥാമിമാം യത്രൈകദേശമഹിമാം പ്രോക്താ ഭാഗവതസ്യ തു. വർണ്യത്തെ ധർമ്മവിസ്താരോ ഗായത്രീമധികൃത്യ ച. ഗായത്ര്യാ മഹിമാ യത്ര തദ്ഭാഗവതമിഷ്യത്തെ. ഭഗവത്യാ ഇദം യസ്മാത് തസ്മാത് ഭാഗവതം വിദു. ബ്രഹ്മവിഷ്ണുശിവാരാധ്യാ പരാ ഭഗവതി ഹി സാ. ഋതവാഗിതി വിഖ്യാതോ മുനിരാസീൻ മഹാമതി. തസ്യ പുത്രോ ഭവത്കാലേ ഗണ്ഡാന്തേ പൗഷ്ണഭാന്തിമേ. സ തസ്യ ജാതകർമാണി ക്രിയശ്ചക്രേ യഥാവിധി. ചൂഡോപനയനാദീംശ്ച സംസ്കാരാനപി സോകരോൽ. യത ആരഭ്യ ജാതോസൗ പുത്രസ്തസ്യ മഹാത്മനാ തതൈവാധസ മുനി ശോകരോഗാകുലോ ഭവൽ. രോഷലോഭപരീതാത്മാ തഥാ മാതാപി തസ്യ ച. ബഹുരോഗാർദ്ധിതാ നിത്യം ശുചാ ദുഃഖീകൃതാ ഭൃശം. ഋതവാക്സ മുനിശ്ചിന്താമവാപ ഭൃശദുഃഖിതാ.
കിമേതൽക്കാരണം ജാതം പുത്രോ മേത്യന്തദുർമതി കസ്യചിന്മുനിപുത്രസ്യാബലാൽപത്നിം ജഹാര ച മേനേ ശിക്ഷാം പിതൃന്നാസൗ ന ച മാതുർവിമൂഢധീ തതോ വിഷണ്ണചിത്തസ്തു ഹൃതവാഗബ്രവീദിദം അപുത്രതാ വരം നൃണാം ന കദാചിൽ കുപുത്രതാ പിതॄൻ കുപുത്ര സ്വര്യാതാൻ നിരയേ പാതയത്യപി യാവജ്ജീവേൽ സദാ പിത്രോ കേവലം ദുഃഖദായക പിത്രോർദുഃഖായ ധിഗ്ജന്മ കുപുത്രസ്യ ച പാപിന സുഹൃദാം നോപകാരായ നാപകാരായ വൈരിണാം ധന്യാസ്തേ മാനവാലോകേ സുപുത്രോ യദ്ഗൃഹേ സ്ഥിത പരോപകാരശീലശ്ച പിതൃന്മാതുസുഖാവഹ കുപുത്രേണ കുലം നഷ്ടം കുപുത്രേണ ഹതം യശ കുപുത്രേണേഹ ചാമുത്ര ദുഃഖം നിരയാതന കുപുത്രേണാന്വയോ നഷ്ടോ ജന്മനഷ്ടം കുഭാര്യയാ കുഭോജനേന ദിവസ കുമിത്രേണ സുഖം കുത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവീ നമ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ശ്രീ ജഗദംബികായൈ നമ ഓം ഹ്രീം ദുർഗായൈ നമ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ മാഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 കൂടിയുള്ള 17 ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിലുള്ള തർജ്ജമയായി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വിചിത്രമായി ദിവ്യമായ കഥ കേട്ട അഗസ്ത്യനു വീണ്ടും കഥ കേൾക്കുവാനായി ആഗ്രഹമുണ്ടായി. വിനയ പുരസരമ മഹാമുനി അഗസ്ത്യനും വിശാഖനാം സ്കന്ദനോടു ഏവം പറഞ്ഞു. സുരസേനാപതിയായ ദേവ ഏറെ വിചിത്രവും സുന്ദരവുമായ കഥ കേട്ടല്ലോ ഞാനും. സുഖമേകും ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ സുബ്രഹ്മണ്യ വീണ്ടും ഭവാൻ അറിഞ്ഞിടണേ. മിത്രാവരുണപുത്രനാം അഗസ്ത്യനാം മഹാമുനെ മമ വാണി ശ്രദ്ധിച്ചോളൂ കഥ പറയാ. മഹാദേവി ഭാഗവത പുരാണത്തിൽ വിഖ്യാതമാം മാഹാത്മ്യത്തെ സൂചിപ്പിക്കും ചെറിയ കഥ. മഹാമന്ത്രമായ ഗായത്രിയാസ്പദമാക്കിയത്ര മഹീതിൽ ധർമ്മത്തിനെ വിസ്തരിക്കുന്നു. മഹത്വമേറിയതാകും ശ്രീഭാഗവതമാകട്ടെ മഹാമന്ത്രം ഗായത്രി തൻ മാഹാത്മ്യം തന്നെ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം.
ഭഗവതിയെ സംബന്ധിച്ച പുരാണം ആയതിനാൽ ഭാഗവതം എന്ന പേരു ലഭിച്ചുവല്ലോ. ഭഗവത് രൂപങ്ങളാകും ബ്രഹ്മാവിഷ്ണു ശിവാദിക്കും ഭഗവതി പരാശക്തി ആരാധ്യയത്രേ. ഋതവാക്കെന്ന പേരിൽ പ്രസിദ്ധനായി ബുദ്ധിമാനായി ഋഷിയുണ്ടായിരുന്നല്ലോ പണ്ടൊരു കാലം. രേവതി നക്ഷത്രത്തിൻ്റെ ആദ്യപാദഖണ്ഡാന്തത്തിൽ ഋഷിക്കൊരു പുത്രനുണ്ടായി എന്നുമറിയൂ. ഉണ്ണിയുടെ ജാതകർമാദികളാകും സംസ്കാരവും ഉണ്ണിയുടെ ചൂടാകർമ്മം എന്ന ചടങ്ങും ഉപനയനാദികള ക്രിയകളും നടത്തിനാൻ ഉത്തമനായുള്ള മുനി വിധിപ്രകാരം ഉണ്ണി വളർന്നതിനൊപ്പം പലതരം ദുർവൃത്തികൾ ഉണ്ണി നടത്തിയതിൻ്റെ ഫലമെന്നോണം. ഉത്തമന ഋതവാക്കോ ശോകരോഗാദിയിൽപ്പെട്ടു ഊർജം നഷ്ടപ്പെട്ടവൻ പോൽ കഷ്ടപ്പെട്ടല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അദ്ദേഹത്തെ പിടികൂടി ക്രോധലോഭ വികാരങ്ങൾ, അതുപോലെ അമ്മയ്ക്കുണ്ടായി രോഗപീഡയും. അപ്രകാരം അവരുടെ ജീവിതമോ ദുഃഖാർദ്രമായി അത്യധികം വിഷമിച്ചു പുത്രൻ കാരണം. അതിനാലേ ഋതവാക്കോ അത്യന്തം ദുഃഖിതനായി അതുപോലെ ചിന്താവിവശനുമായല്ലോ. അയ്യോ, എൻ്റെ പുത്രനെന്തേ ഇത്രയും ദുർബുദ്ധിയായി ആലോചിച്ചുവല്ലോ രാജൻ പല നേരവും. അവനോ ഒരിക്കലൊരു മുനിപുത്ര ഭാര്യയെയും അപഹരണം നടത്തി അതീവ കഷ്ടം. അവനുണ്ടായതില്ലല്ലോ ശിക്ഷിച്ചിടുമെന്ന ഭയം. അച്ഛനമ്മമാരെ അവൻ വകവച്ചില്ല. ആലോചിച്ചു ഏറെക്കാലം ഋതവാക്കാം മുനിതാനും. അവസാനം സ്വയമേവം പറഞ്ഞുവല്ലോ. അതിദുഷ്ടനായ പുത്രൻ ഉണ്ടാകുന്നതിലും ഭേദം അനപത്യതാ ദുഃഖം താൻ എന്നതു സത്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സ്വർഗസ്ഥരാം പിതൃക്കളെ കുപുത്രന്റെ പ്രവൃത്തികൾ സ്വർഗം വിട്ടു നരകത്തിലേക്കെത്തിച്ചിടും. സ്വന്തം മാതാപിതാക്കൾക്കും ഇവരേകും ദുഃഖജാലം. സ്വാർത്ഥതയ്ക്കു പര്യായം താൻ ഈ വിധ മക്കൾ. എത്ര നിന്ദ്യം കുപുത്രനാം ഇവനുടെ ജന്മം തന്നെ. അത്രയേറെ ദുഃഖമേകും അച്ഛനമ്മയ്ക്കും. മിത്രങ്ങൾക്കു അവനാലെ ഉപകാരമുണ്ടാവില്ല. ശത്രുക്കൾക്കു ഉണ്ടാവില്ല അപകാരവും.
അവനിയിൽ ആരുടെ ഭവനം തന്നിൽ ഈ വിധത്തിൽ അച്ഛനമ്മമാർക്കു സുഖം നൽകിയിടും പുത്രൻ. അവതരിച്ചിടുമെങ്കിൽ പരോപകാരശീലനാം ആത്മജനുള്ളവനത്രേ എത്രയും ധന്യൻ. പുത്രന്റെ ജന്മത്താലെ കുലമാകെ മുടിഞ്ഞിടും. കുപുത്രനാലൊരുവന്റെ യശസ്സു കെടും. കുപുത്രനാൽ ഇഹപര ദുഃഖത്തെ അനുഭവിക്കും. കുപുത്രനാൽ നരകവും ലഭിക്കും നൂനം. കുപുത്രനാലൊരുവന്റെ കുലമാകെ നശിച്ചിടും. കുഭാര്യയിൽ ജന്മം തന്നെ നഷ്ടമായിടും. കുഭോജനം ഒരുവന്റെ ദിവസത്തെ ഇല്ലാതാക്കും. കുമിത്രത്താൽ സുഖവും നശിച്ചിടും നൂനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന സ്കന്ദപുരാണത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് ഭാഷാഗാനമായി സമർപ്പിച്ച് പ്രഭാഷണത്തിലൂടെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേവി ഭാഗവത മാഹാത്മ്യം 4-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 17 ശ്ലോകങ്ങൾ നമ്മൾ പാരായണം ചെയ്തു. അത് ഭാഷാഗാനമായി പാടി സമർപ്പിക്കുകയും ചെയ്തു. ഋതവാഗ് എന്ന മുനി, ആ മുനിയുടെ ഇതിഹാസത്തെയാണ് മാഹാത്മ്യത്തിൽ ഇന്ന് സ്കന്ദാഗസ്ത്യ സംവാദ രൂപത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. സൂതൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് ദേവീഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ പറഞ്ഞു കൊടുക്കുന്നു. അവിടെ പറഞ്ഞു, ഇതി ശ്രുത്വാ കഥാം ദിവ്യാം വിചിത്രാം കുംഭസംഭവ ശുശ്രൂഷു പുനരാഹേദം വിശാഖം വിനയാന്വിതാം. വിശാഖനോട്, വിശാഖൻ സാക്ഷാൽ സ്കന്ദൻ, സുബ്രഹ്മണ്യൻ. അപ്പോൾ ദിവ്യമായ വിചിത്രമായ കഥ കേട്ട കുംഭസംഭവ, അഗസ്ത്യൻ കുംഭസംഭവൻ, അദ്ദേഹത്തിന് വീണ്ടും കഥ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. അദ്ദേഹം സ്കന്ദനോട് വളരെ വിനയാന്വിതനായിട്ട് ചോദിച്ചു. അഗസ്ത്യൻ ചോദിക്കുകയാണ്, ദേവസേനാപതേ ദേവ വിചിത്രേയം ശ്രുതാ കഥ പുനരന്യച്ച മാഹാത്മ്യം വദ ഭാഗവതസ്യ മേ. ദേവസേനാപതിയായിരിക്കുന്ന ഹേ ദേവ, വളരെ വിചിത്രമായിട്ടുള്ള കഥ അവിടുന്ന് പറഞ്ഞു. ദേവസേനാപതിയാണ് സുബ്രഹ്മണ്യൻ.
അപ്പോൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്ന, ദേവീഭാഗവതത്തിൻ്റെ മഹിമ പറഞ്ഞു തരുന്ന മറ്റ് കഥകൾ കൂടി, പുനരന്യച്ച മറ്റ് കഥകൾ കൂടി വധ പറഞ്ഞു തരണേ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ സ്കന്ദൻ പറഞ്ഞ കഥയാണ് ഋതവാക് എന്ന ഒരു മുനിയുടെ കഥ. മിത്രാവരുണ സംഭൂത, മിത്രാവരുണിൽ നിന്നുണ്ടായ ഹേ മുനെ, ശൃണു കഥാമിമാം, ഈ കഥ കേട്ടോളൂ. യത്രൈകദേശമഹിമാം പ്രോക്ത ഭാഗവതസ്യതു, ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പൂർണ്ണമായിട്ടല്ല, കുറച്ച് ഏകദേശമഹിമാം, യത്രൈകദേശമഹിമാം, ഏകദേശം പറയുന്ന ഒരു കഥയാണ് ഞാൻ പറയാൻ പോണത്. വർണ്യതേ ധർമ്മവിസ്താരോ ഗായത്രീമധികൃത്യ ച ഗായത്ര്യാ മഹിമായത്ര തദ്ഭാഗവതമിഷ്യത്തെ. ഗായത്രിയെ അധികരിച്ചാണ്, ഗായത്രിയെ ആസ്പദമാക്കിയാണ് ധർമ്മം വിസ്തരിച്ച് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഭാഗവതോ ഗായത്രിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്നതാണ്. ഗായത്ര്യാ മഹിമായത്ര തദ്ഭാഗവതമിഷ്യത്തെ. പിന്നെ ഭഗവത്യാ ഇതം യസ്മാൽ തസ്മാത് ഭാഗവതം വിദു, ഭഗവതിയെ സംബന്ധിച്ചതായതുകൊണ്ടാണ്, യസ്മാത് തസ്മാത്, അതുകൊണ്ടാണ് ഇത് ഭാഗവതം എന്നറിയപ്പെടുന്നത്. മനസ്സിലാക്കൂ. ബ്രഹ്മവിഷ്ണു ശിവാരാധ്യ പരാ ഭഗവതീ ഹിസ, ഈ പരയായ ഭഗവതി അത് ബ്രഹ്മാവും വിഷ്ണുവിനും മഹാദേവനുമൊക്കെ ആരാധ്യയായിട്ടുള്ളവളാണ് എന്ന് മനസ്സിലാക്കൂ. എന്നിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഋതവ ഗിതി വിഖ്യാതോ മുനിരാസീൻ മഹാമതി. പറഞ്ഞു ഋതവാക്ക് എന്ന വിഖ്യാതനും പ്രസിദ്ധനും അതേപോലെ മഹാമതി വലിയ ബുദ്ധിമാനുമായിരുന്ന ഒരു മുനി ആസീത് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. തസ്യ പുത്രോ അഭവത് കാലേ ഗണ്ഡാന്തേ പൗഷ്ണഭാന്തിമേ. അദ്ദേഹത്തിന് എപ്പോഴാണ് പുത്രനുണ്ടായത് എന്നാണെങ്കിൽ രേവതി നക്ഷത്രത്തിൻ്റെ അന്ത്യപാദത്തിൽ ഗണ്ഡാന്തത്തിൽ അവൻ്റെ ജനനം. ആ ഉണ്ണിക്ക് സ തസ്യ ജാതകർമാദി ക്രിയശ്ചക്രേ യഥാവിധി, യഥാവിധി ആ ഉണ്ണിയുടെ ജാതകർമാദി കർമ്മങ്ങളൊക്കെ ചെയ്തു. ചൂടോപനയനാദീംശ്ച, ചൂടാകർമ്മം, ഉപനയനം, ചൗളം എന്നൊക്കെ പറയും, തലമുടി മുറുക്കിയ, അങ്ങനെ പല കർമ്മങ്ങളുണ്ട്, ഷോഡശ സംസ്കാരങ്ങൾ. അങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തു. എന്നാൽ ആ പുത്രൻ ജനിച്ചത് മുതൽ യഥ ആരഭ്യ ജാതോസൗ പുത്രസ്തസ്യ മഹാത്മന, മഹാത്മാവായ അദ്ദേഹം ഈ പുത്രനുണ്ടായതിനു ശേഷം തത ഏവാധസമുനി ശോകരോഗാകുലോഭവൽ, ശോകം കൊണ്ടും രോഗം കൊണ്ടും വളരെ ആകുലനായി കഷ്ടപ്പെട്ടു ഈ മുനി എന്നാണ്. അപ്പം എന്താ അതിന് കാരണം? അവിടെ രണ്ട് തരത്തിലുള്ള ദോഷങ്ങളെ അല്ലെങ്കിൽ രണ്ട് തരത്തെ ബുദ്ധിമുട്ടുകളെ പറയുക. രോഗം അത് വപുസ്സിന് വരുന്നതാണ്, ശോകം എന്നുള്ളത് അത് മനസ്സിന് വരുന്നതാണ്. അതിന് രണ്ടിനും കാരണമായി തീർന്നു ഈ മകൻ. കാരണം അയാൾ വലിയ ദുഷ്ടനായിരുന്നു ആ കുട്ടി എന്നാണ്, ദുർബുദ്ധിയായിരുന്നു. ഇതേപോലെ തന്നെ രോഷലോഭപരീതാത്മാ തഥാ മാതാപിതസ്യ ച, ക്രോധവും ലോഭവും അദ്ദേഹത്തെ പിടികൂടി. ആ ഉണ്ണിയുടെ മാതാവ് മുനിയുടെ പത്നിയും ബഹുരോഗാർദ്ധിത നിത്യം, അവിടെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പീഡിതയായി തീർന്നു. ദുഃഖമൊഴിഞ്ഞിട്ട് ആർക്കും ഒരു സമയമില്ലാതെയായി. ഹൃതവാക്സ മുനിശ്ചിന്താമാപഭൃഷ ദുർഖിതാഹ, ഋതവാക്ക് എന്ന മുനി ആലോചിച്ചു, അല്ലാത്ത ദുഃഖത്തോടുകൂടി. ചിന്താമവാപ, ചിന്തിച്ചു. കിമേതൽ കാരണം ജാതം പുത്രോമേത്യന്ത ദുർമതി, എന്തുകൊണ്ടാണ് ഇത്രയും മേ അത്യന്ത ദുർമതി പുത്ര ജാതം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പുത്രൻ, അതീവ ദുർബുദ്ധിയായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടായത്? എന്താണ് ഇവനിങ്ങനെ ആയത്
എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുന്നു. കസ്യചിൻ മുനിപുത്രസ്യ ബലാൽ പത്നീം ജഹാര ച മേനേ ശിക്ഷാം പിതുർനാസൗ ന ച മാതുർ വിമൂഢധീ. ഇവൻ്റെ ദുർപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ യൗവനത്തിലേക്ക് എത്തിയ സമയത്ത് ഏതോ ഒരു മുനിപുത്രൻ്റെ, ഒരു മുനികുമാരൻ്റെ പത്നിയെ ബലാത് ജഹാരച, ബലാത്കാരേണ പിടിച്ചുകൊണ്ടുവന്നു, അപഹരിച്ചു. ഇവിടെ അച്ഛനമ്മമാര് എന്തെങ്കിലും ചെയ്യുന്നോ? അവരെയൊന്നും വകവച്ചില്ല. അച്ഛനമ്മമാരുടെ ശിക്ഷയെപ്പോലും ദുർബുദ്ധിയായ അവൻ പേടിച്ചതേയില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് തതോ വിഷണ്ണച്ചിത്തസ്തു ഋതവാഗബ്രവീദിതം. ഈ സമയത്ത് വളരെ വിഷണ്ണനായി മാറി ഋതവാക്ക്. അദ്ദേഹം പറയുകയാണ്, അപുത്രതാവരം നൃണാം ന കഥാചിൽ കുപുത്രത. പുത്രനില്ലാതിരിക്കുകയാണ് പുത്രൻ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ കുപുത്രൻ ഉണ്ടാകുന്നതിനേക്കാൾ മനുഷ്യർക്ക് എപ്പോഴും നല്ലത്. നൃണാം വരം, എന്താത്? അപുത്രത, പുത്രൻ ഇല്ലാതിരിക്കുകയാണ് കുപുത്രൻ ഉണ്ടാവുന്നതിനേക്കാളും നല്ലത്. പിതൃൻ കുപുത്ര സ്വര്യാതാ നിരയേ പാതയത്യപി യാവൽ ജീവേൽ സദാ പിത്രോ കേവലം ദുഃഖദായക. കുപുത്രൻ എന്തു ചെയ്യും? സ്വര്യാതാൻ നിരയേ പാതയത്യപി. എന്തു ചെയ്യുന്നറിയോ? സ്വർഗസ്ഥരായിരിക്കുന്ന അച്ഛനമ്മമാരെ പോലും നരകത്തിൽ വീണ്ടും കൊണ്ടുവീഴ്ത്തും. അത്രയും ദോഷമാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ഉണ്ടായിക്കഴിഞ്ഞാൽ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാതാപിതാക്കൾക്ക് എന്നും ദുഃഖം. മരിച്ച് ഇനി അവർ ചെയ്ത പുണ്യങ്ങളെ കൊണ്ട് സ്വർഗത്തിലെത്തിയാലും ഈ കുപുത്രൻ്റെ പാപങ്ങളെ കൊണ്ട് അവർക്ക് സ്വർഗം നഷ്ടപ്പെടും എന്നാണ്. പിത്രോർ ദുഃഖായ ധിഗ്ജന്മ കുപുത്രസ്യ ച പാപിന സുഹൃദാം നോപകാരായ നാപകാരായ വൈരിണം. പാപിയായ ഒരു കുപുത്രൻ്റെ ജന്മം എത്ര നിന്ദ്യമാണ്. അദ്ദേഹം പറയുകയാണ്, മാതാപിതാക്കളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ്റെ ജന്മം. പിത്രോർ ദുഃഖായ ധിഗ്ജന്മ. പിന്നെയോ സുഹൃദാം നോപകാരായ, സുഹൃത്തുക്കൾക്ക് ഇവനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ശത്രുക്കൾക്കോ നാപകാരായ വൈരിണം, ശത്രുക്കൾക്ക് അപകാരവും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവൻ്റെ അവസ്ഥ, ഈ കുപുത്രന്മാരുടെ അവസ്ഥ. ധന്യാസ്തേ മാനവാലോകേ സുപുത്രോ യദ്ഗൃഹേ സ്ഥിത പരോപകാരശീലശ്ച പിതുർമാതു സുഖാവഹ. ലോകത്ത് ആരുടെ ഗൃഹത്തിലാണോ അച്ഛനമ്മമാർക്ക് സുഖം നൽകുന്നവനും പരോപകാരശീലശ്ച, പരോപകാരശീലത്തോടു കൂടിയവനുമായ സുപുത്രൻ ഉണ്ടാവുന്നത്, സത്പുത്രൻ ഉണ്ടാവുന്നത്, അവരാണ് ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാർ, ഏറ്റവും ധന്യന്മാർ. കുപുത്രേണ, നീ കുപുത്രനെ കൊണ്ട് എന്ത് സംഭവിക്കും? കുപുത്രേണ കുലം നഷ്ടം, കുപുത്രേണ ഹതം യശ, കുപുത്രേണേഹ ചാമുത്ര ദുഃഖം നിരയയാതന. കുപുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കുലം മുടിയും, കുപുത്രനെ കൊണ്ട് യശസ് നശിക്കും, കുപുത്രനെ കൊണ്ട് ഇഹലോകത്തും അതേപോലെ തന്നെ പരലോകത്തും ദുഃഖം മാത്രമാണ് ഫലം. നരകം അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള പുത്രന്മാരുണ്ടായാൽ. വീണ്ടും ഒന്നുകൂടി പറഞ്ഞു, കുപുത്രേണ അന്വയോ നഷ്ടോ ജന്മനഷ്ടം കുഭാര്യയാ കുഭോജനേന ദിവസ കുമിത്രേണ സുഖം കുതാ. കുപുത്രന്മാരെ കുലത്തെ നശിപ്പിക്കുന്നു പറഞ്ഞു. കുഭാര്യയാണെങ്കിലോ ജന്മം തന്നെ നഷ്ടാവും. കുഭോജനം, അങ്ങനെ ചെയ്താൽ, ഭക്ഷണം അങ്ങനെയായാൽ ആ ദിവസം നഷ്ടമാവും. കുമിത്രം കൊണ്ട് സുഖവും എവിടുന്ന് കിട്ടും? സുഖവും ഇല്ലാതെയാവും. കുമിത്രേണ സുഖം കുത, ഇവിടെ സുഖം കിട്ടും. ഇങ്ങനെ ആ 17-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇതിന് മറുപടി പറയുന്നു സ്കന്ദൻ. തുടർന്ന് ആ ഋതവാക് എന്ന മുനിയുടെ തന്നെ വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ആ വാക്കുകളൊക്കെ നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ അമ്മയുടെ പാദങ്ങളിൽ
ഈ അക്ഷരപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.